ഗൺമാന്മാരുടെ മർദ്ദനക്കേസ് അട്ടിമറിച്ച സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്കൊരുങ്ങുന്നു ആഭ്യന്തര വകുപ്പ്. അട്ടിമറിയിൽ അജിത് കുമാറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ചിന്റെ SIT റിപ്പോർട്ട് പോലീസ് മേധാവി ഉടൻ ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGP റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടിയിട്ടുണ്ട്. DGPയുടെ ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് അജിത് കുമാറിനെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. റോഷി ബാലുണ്ട്. റോഷി, ഇടത് സർക്കാരിന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു, എപ്പോഴും വിവാദങ്ങളുടെ നായകനായിരുന്നു MR അജിത് കുമാർ. അജിത് കുമാറിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തവണ പ്രതിപക്ഷമായിരുന്ന ഇപ്പോഴത്തെ ഭരണപക്ഷം UDF എപ്പോഴും മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ എന്തിനാണ് അത്തരത്തിലൊരാൾക്ക് ഒരു ചെറിയ തോതിലെങ്കിലും സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ നിന്ന് ഉയരുകയാണ്. അതും KC വേണുഗോപാൽ അടക്കം പരസ്യ പ്രതികരണങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും ശക്തമായ നിലപാട് എടുക്കണം, നടപടി എടുക്കണം എന്നുള്ള തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും റോഷി? ഷിഹാസ്, ഒരുപക്ഷെ വൈകാതെ തന്നെ അന്വേഷണ റിപ്പോർട്ടിലുള്ള ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറും. ആലപ്പുഴയിലെ ഗൺമാൻമാർ KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ്. അത് പ്രത്യേക അന്വേഷണ സംഘത്തെ നയിച്ച ഷൌക്കത്ത് അലി നൽകിയ റിപ്പോർട്ടാണ്. അതിൽ പറയുന്നത് ADGP MR അജിത് കുമാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ്. ADGPയുടെ ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് വിളിച്ചു വരുത്തി അതിൽ തിരുത്തൽ വരുത്തിയെന്നാണ്. അത് സംബന്ധിച്ച മൊഴികൾ ഉൾപ്പെടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് DGP റവാഡ ചന്ദ്രശേഖർ നിയമോപദേശം തേടിയത്. ഏത് തരത്തിലുള്ള നടപടിയാണ് MR അജിത് കുമാറിനെതിരെ സ്വീകരിക്കാൻ കഴിയുക എന്ന പരിശോധനയാണ് നടക്കുന്നത്. അത് സംബന്ധിച്ച നിയമോപദേശം ലഭിച്ചാൽ തൊട്ടുപിന്നാലെ തന്നെ ആഭ്യന്തരമന്ത്രിക്ക് നടപടി ശുപാർശ എത്തുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ കടുത്ത നടപടി ഉറപ്പാണ്. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന നിലപാടിലേക്ക് എത്തുകയാണ്. കാരണം നേരത്തെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പിന്നീട് RSSന്റെ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച, അങ്ങനെ നിരവധി വിവാദത്തിലെ നായകൻ കൂടിയാണ് MR അജിത് കുമാർ. അങ്ങനെയുള്ള MR അജിത് കുമാറിനെ ഒരു തരത്തിലുള്ള സംരക്ഷണവും നൽകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തുമ്പോൾ സ്വാഭാവികമാണ് നടപടി. അത് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടിക്കാണ് സാധ്യത. അതുകൊണ്ട് റിപ്പോർട്ട് എത്തിക്കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ നടപടി എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി റോഷി.